നമസ്കാരം, എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിരിക്കുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ WWE ടോപ്പ് 10 റിച്ചസ്റ്റ് റെസ്ലർ ആരൊക്കെയാണ്, ഏറ്റവും വലിയ പണക്കാരനായ റെസ്ലർ ആരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ അങ്ങ് പോയേക്കാം. Gotta know that nothing lasts forever. ആദ്യമേ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം പറയാൻ പോകുന്ന റെസ്ലറിന് അവരുടെ തുകയൊക്കെ തന്നെ ഏകദേശം കണക്കാണ്, അല്ലാതെ റിയൽ കണക്കല്ല. എന്നാൽ ശരിക്കുള്ളവരുടെ പൈസയുടെ തുകയല്ലേ പറയാൻ പോകുന്നത്. ഏകദേശം കണക്കനുസരിച്ചാണ് ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ 10ാമതായിട്ട് വരുന്ന റെസ്ലർ ആരാണെന്ന് വെച്ചാൽ ഫോമർ WWE സൂപ്പർ സ്റ്റാറായ മിക് ഫോളിയാണ്. മിക് ഫോളിക്ക് ഇപ്പം നിലവിൽ കണക്കനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം കണക്കാണ്. $18 മില്യൺ മിക് ഫോളിയുടെ കയ്യിലുള്ളത്. ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഏകദേശം 127 കോടിയാണ് മിക് ഫോളിയുടെ കയ്യിലുള്ളത്. മിക് ഫോളിക്ക് ഇത്രമാത്രം കാശ് കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ മിക് ഫോളി ഉള്ള എല്ലാ റെസ്ലിംഗ് കമ്പനിയിലും വർക്ക് ചെയ്ത ഒരു റെസ്ലറാണ് മിക് ഫോളി. WCW അതേപോലെ WWE, TNA ഇതേപോലെ ധാരാളം റെസ്ലിംഗ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത റെസ്ലറാണ്. അതുകൊണ്ടാണ് ഇത്ര കാശ് മിക് ഫോളിയുടെ കയ്യിലുള്ളത്. മിക് ഫോളിയാണ് 10ാം സ്ഥാനത്തായിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം 9ാം സ്ഥാനത്തായിട്ട് വരുന്ന റെസ്ലർ ആരാണ് നമുക്ക് നോക്കാം. 9ാം സ്ഥാനത്ത് വരുന്ന ആരാണെന്ന് വെച്ചാൽ ക്രിസ് ജെറിക്കോയാണ്. ക്രിസ് ജെറിക്കോയാണ് ഇന്ന് ഈ സ്ഥാനത്ത് 9ാം സ്ഥാനത്തായിട്ട് വരുന്നത്. ക്രിസ് ജെറിക്കോയുടെ കയ്യിൽ എത്ര രൂപയാണെന്ന് വെച്ചാൽ നിലവിൽ ഏകദേശം ഒരു കണക്കാണ് 18 മില്യൺ തന്നെയാണ്. മിക് ഫോളിയുടെ അദ്ദേഹത്തിൻ്റെ സെയിം തന്നെയാണ്. $18 മില്യൺ ക്രിസ് ജെറിക്കോയുടെ കയ്യിലുള്ളത്. ഏകദേശം ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്യുമ്പോൾ 127 കോടി തന്നെയാണ് ക്രിസ് ജെറിക്കോയുടെ കയ്യിലുള്ളത്. ക്രിസ് ജെറിക്കോയ്ക്ക് ഇത്രമാത്രം കാശ് എന്താണെന്ന് വെച്ചാൽ ക്രിസ് ജെറിക്കോ അതേപോലെ WWE ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗൊക്കെ വർക്ക് ചെയ്ത റെസ്ലറാണ് ക്രിസ് ജെറിക്കോ. ക്രിസ് ജെറിക്കോയ്ക്ക് ആണ് 9ാം സ്ഥാനത്തായിട്ട് വരുന്നത് ഈ ലിസ്റ്റിൽ. ഇനി നമുക്ക് നോക്കാം 8ാം സ്ഥാനത്തായിട്ട് വരുന്ന റെസ്ലർ ആരാണ് നമുക്ക് നോക്കാം. 8ാം സ്ഥാനത്തായിട്ട് വരുന്ന റെസ്ലർ ആരാണെന്ന് വെച്ചാൽ ദ ബിഗ് ഷോ ആണ്. ഏകദേശം കണക്കനുസരിച്ച് ബിഗ് ഷോയുടെ കയ്യിൽ $20 മില്യൺ കയ്യിലുള്ളത്. അത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 142 കോടിയാണ് ബിഗ് ഷോയുടെ കയ്യിലുള്ളത്. ഇനി നമുക്ക് നോക്കാം 7ാം സ്ഥാനത്തായിട്ട് വരുന്ന റെസ്ലർ ആരാണെന്ന് നോക്കാം. 7ാം സ്ഥാനത്തായിട്ട് വരുന്ന റെസ്ലർ ആരാണെന്ന് വെച്ചാൽ ബ്രോക്ക് ലെസ്നറാണ്. ബ്രോക്ക് ലെസ്നറിന് കയ്യിൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ $22 മില്യൺ ഉണ്ട്. അത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 156 കോടിയാണ് ബ്രോക്ക് ലെസ്നറുടെ കയ്യിലുള്ളത്. ബ്രോക്ക് ലെസ്നർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്രോക്ക് ലെസ്നറാണ് ഇപ്പം WWEയിലെ ഏറ്റവും വലിയ സാലറി മേടിക്കുന്ന റെസ്ലർ. അതേപോലെ WWEയിലായാലും അതേപോലെ UFC ഇത്രമാത്രം എത്രയോ സാലറി മേടിക്കുന്ന റെസ്ലർ ബ്രോക്ക് ലെസ്നറാണ്. ബ്രോക്ക് ലെസ്നർ ഇത്രമാത്രം സാലറി വരാൻ കയ്യിൽ ഇത്രമാത്രം പൈസ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ബ്രോക്ക് ലെസ്നർ ഇതേപോലെ UFC വർക്ക് ചെയ്ത റെസ്ലർ തന്നെയാണ്. അതുകൊണ്ടാണ് ബ്രോക്ക് ലെസ്നറിന് ഇത്രമാത്രം കാശ് കയ്യിലുള്ളത്. ഇനി നമുക്ക് നോക്കാം 6ാം സ്ഥാനത്തായിട്ട് വരുന്ന റെസ്ലർ ആരാണെന്ന് നോക്കാം. 6ാം സ്ഥാനത്തായിട്ട് വരുന്ന റെസ്ലർ ആരാണെന്ന് വെച്ചാൽ ഹൾക് ഹോഗനാണ്. ഹൾക് ഹോഗൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് വെച്ചാൽ $25 മില്യൺ ആണ് ഹൾക് ഹോഗൻ്റെ കയ്യിലുള്ളത്. ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 177 കോടിയാണ് ഹൾക് ഹോഗൻ്റെ കയ്യിലുള്ളത്. ഇനി നമുക്ക് നോക്കാം 5ാം സ്ഥാനത്ത് വരുന്ന റെസ്ലർ ആരാണെന്ന് നമുക്ക് നോക്കാം. 5ാം സ്ഥാനത്ത് വരുന്ന റെസ്ലർ ആരാണെന്ന് വെച്ചാൽ കർട്ട് ആംഗിളാണ്. കർട്ട് ആംഗിളിന് എത്ര നിലവിൽ കണക്കനുസരിച്ച് എത്ര കയ്യിലുണ്ടെന്ന് വെച്ചാൽ $25 മില്യൺ ആണ്. ഹൾക് ഹോഗൻ്റെ പോലെ തന്നെയാണ് $25 മില്യൺ ആണ്. അത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 177 കോടി തന്നെയാണ് കർട്ട് ആംഗിളുള്ളത്. കർട്ട് ആംഗിൾ ഇത്രമാത്രം പൈസ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കർട്ട് ആംഗിൾ ഒട്ടുമിക്ക ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ എല്ലാ റെസ്ലിംഗ് കമ്പനിയും വർക്ക് ചെയ്തതാണ്. WWE, TNA, ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് എല്ലാ റെസ്ലിംഗ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത ഒരു റെസ്ലർ തന്നെയാണ് കർട്ട് ആംഗിൾ. കർട്ട് ആംഗിളാണ് ഈ സ്ഥാനത്ത് 5ാം സ്ഥാനത്തായിട്ട് നിൽക്കുന്ന റെസ്ലർ. ഇനി നമുക്ക് നോക്കാം 4ാം സ്ഥാനത്തായിട്ട് വരുന്ന റെസ്ലർ ആരാണെന്ന് നമുക്ക് നോക്കാം. 4ാം സ്ഥാനത്തായിട്ട് വരുന്ന റെസ്ലർ ആരാണെന്ന് വെച്ചാൽ ട്രിപ്പിൾ എച്ച് ആണ്. നിലവിൽ കണക്കനുസരിച്ച് ട്രിപ്പിൾ എച്ചിൻ്റെ കയ്യിൽ $40 മില്യൺ ആണ് ട്രിപ്പിൾ എച്ചിൻ്റെ കയ്യിലുള്ളത്. അത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 284 കോടിയാണ് ട്രിപ്പിൾ എച്ചിൻ്റെ കയ്യിലുള്ളത്. ഇനി നമുക്ക് നോക്കാം 3ാമതായിട്ട് വരുന്ന റെസ്ലർ ആരാണെന്ന് നമുക്ക് നോക്കാം. 3ാമതായിട്ട് വരുന്ന റെസ്ലർ ആരാണെന്ന് വെച്ചാൽ സ്റ്റോൺ കോൾഡ് ആണ്. സ്റ്റോൺ കോൾഡിന് പെട്ടെന്ന് തന്നെ സ്റ്റോൺ കോൾഡിൻ്റെ റെസ്ലിംഗ് കരിയർ അവസാനിപ്പിക്കാനായിട്ട് വന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റോൺ കോൾഡിന് ഇഞ്ചുറി കാരണത്താലാണ് റെസ്ലിംഗ് കരിയർ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നത്. സ്റ്റോൺ കോൾഡ് നിലവിൽ എത്ര കണക്കനുസരിച്ച് $50 മില്യൺ ആണ് സ്റ്റോൺ കോൾഡിൻ്റെ കയ്യിലുള്ളത്. അത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 355 കോടിയാണ് സ്റ്റോൺ കോൾഡിൻ്റെ കയ്യിലുള്ളത്. സ്റ്റോൺ കോൾഡിന് എങ്ങനെ ഇത്രമാത്രം പൈസ ഉണ്ടായെന്ന് വെച്ചാൽ
സ്റ്റോൺ കോൾഡ് ആക്ടറും അതേപോലെ ഡയറക്ടറും കൂടാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം പൈസയൊക്കെ സ്റ്റോൺ കോൾഡിന് ഉണ്ടാക്കാൻ സാധിച്ചത്. ഇനി നമുക്ക് നോക്കാം രണ്ടാമതായിട്ട് വരുന്ന റെസ്ലർ ആരാണെന്ന് നമുക്ക് നോക്കാം. WWE റിച്ചസ്റ്റ് റെസ്ലറിനകത്ത് രണ്ടാം സ്ഥാനത്ത് വരുന്ന റെസ്ലർ ആരാണെന്ന് വെച്ചാൽ ജോൺ സീനയാണ്. ജോൺ സീനയ്ക്ക് നിലവിൽ കണക്കനുസരിച്ച് $55 മില്യൺ ജോൺ സീനയുടെ കയ്യിലുള്ളത്. അത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 390 കോടിയാണ് ജോൺ സീനയുടെ കയ്യിലുള്ളത്. ജോൺ സീനയ്ക്ക് ഇത്രമാത്രം കാശ് കയ്യിലുണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ WWE ഏറ്റവും വലിയ സാലറി മേടിക്കുന്ന ബ്രോക്ക് ലെസ്നർ കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ജോൺ സീനയാണ്. അതുകൊണ്ടാണ് ജോൺ സീനയ്ക്ക് ഇത്രമാത്രം കയ്യിൽ കാശുണ്ടായത്. ഇനി നമുക്കൊക്കെ ഒന്നാം സ്ഥാനത്ത് വരുന്ന റെസ്ലർ ആരാണെന്ന് നോക്കാം. WWE റിച്ചസ്റ്റ് റെസ്ലറിനകത്തുനിന്ന് ഒന്നാം സ്ഥാനത്ത് വരുന്ന റെസ്ലർ ആരാണെന്ന് വെച്ചാൽ ദ റോക്കാണ്. എല്ലാവർക്കും അറിയായിരിക്കും റോക്ക് ആയിരിക്കും ഇതിനകത്ത് ഒന്നാമതായിട്ട് വരുന്ന ഏറ്റവും വലിയ റിച്ചസ്റ്റ് റെസ്ലറിനകത്ത് ഒന്നാമതായിട്ട് വരുന്ന എല്ലാവർക്കും അറിയായിരിക്കും ദ റോക്കാണെന്ന്. റോക്ക് റെസ്ലിങ്ങിൽ കൂടെ അല്ല ഇത്ര വലിയ കാശ് സമ്പാദിച്ചത്. റോക്ക് സിനിമയിലേക്ക് അഭിനയിച്ച് ആണ് ഇത്ര വലിയ കാശൊക്കെ ഉണ്ടാക്കിയത്. സിനിമയിൽ ഏറ്റവും കൂടുതൽ കാശ് മേടിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആരാണ് വെച്ചാൽ ദ റോക്കാണ്. ഇപ്പം നിലവിൽ കണക്കനുസരിച്ച് റോക്കിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് വെച്ചാൽ $220 മില്യൺ റോക്കിൻ്റെ കയ്യിലുള്ളത്. അത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 1562 കോടിയാണ് റോക്കിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ 10 റെസ്ലറാണ് WWE റിച്ചസ്റ്റ് ആയിട്ടുള്ള റെസ്ലർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് റെസ്ലർ ആരാണെന്ന് നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലെ റെസ്ലിംഗ് ന്യൂസിലും പല റെസ്ലേഴ്സിൻ്റെ ലൈഫ് സ്റ്റോറിക്ക് ഡെയിലി ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്ക് കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ബായ്.